لعلكم تفلحون. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ കൽപ്പനയാണ്, നിങ്ങൾ വിജയിക്കണമെങ്കിൽ ഖൈർ ചെയ്യണം എന്ന്. ഖൈർ എന്താണ് എന്ന് നമ്മൾക്ക് ഉലമാക്കൾ മനസ്സിലാക്കി തരുന്നു, അതിൻ്റെ വഴി കാണിച്ചു തരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദ്, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ശില്പിയായ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇവരൊക്കെ നമ്മൾക്ക് കാണിച്ചു തന്നത്. ആ വഴി അനുസരിച്ച് നമ്മൾ നീങ്ങുക. അതാണ് ഇങ്ങനെയുള്ള പരിപാടികളെ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. നല്ല കാര്യങ്ങൾ ഏത് എന്ന് നമ്മൾക്ക് ഉലമാക്കൾ പറഞ്ഞു തന്നു. അതനുസരിച്ച് നാം പ്രവർത്തിക്കുക, നാം സ്വന്തം ജീവിതത്തിൽ പകർത്തുക. അതുകൊണ്ട് മാത്രമേ നമ്മൾക്ക് പരലോകത്ത് വിജയമുണ്ടാവുകയുള്ളൂ. പുതിയ വഴി നാം ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളുടെ ഉലമാക്കൾ, നമ്മളുടെ നേതാക്കൾ പറഞ്ഞു തന്ന അതിനോട് തുടരൽ, അതാണ് നമ്മൾക്ക് വേണ്ടത്. മഹാന്മാർ, പുതിയത് ഇരിക്കുന്നവരുടെ അഭിപ്രായവും വേണ്ട. ഇവിടെ നമ്മൾക്ക് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു, അതിനെങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് കാണിച്ച് തന്നത് ഇരിക്കുന്ന മഹാന്മാർ എത്രയോ ആളുകൾ വഫാത്തായി പോയവരുണ്ട്. അവരുടെ വഴി അനുസരിച്ച് നാം നീങ്ങാം. ബഹുമാനപ്പെട്ട സഹാബാക്കൾക്ക് ശേഷം താബിഈങ്ങൾ, അങ്ങനെ താബികൾ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് തങ്ങൾ ഈ മാസം ജീലാനി ദിനം കൊണ്ടാടപ്പെടുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, അതുപോലെ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഇതുപോലത്തെ ഇരിക്കുന്ന മഹാന്മാർ, അവരുടെ വഴി നമ്മളുടെ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വഴി അനുസരിച്ച് നാം നീങ്ങുക. ഈ സ്ഥാപനത്തിന് അശ്അരിയ, ദാറുൽ അശ്അരിയ എന്ന് തന്നെ പേര് വെച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ അഖീദന്റെ ഇമാമായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു, അവരുടെ സ്മരണയ്ക്ക് വേണ്ടി അവർ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ വഴി അതെന്താണ്, അത് ഉലമാക്കൾ പറഞ്ഞു തരുന്നു. ഇന്ന് നേരത്തെ ഇവിടെ ക്ലാസ് നടന്നു എന്നറിയാൻ സാധിച്ചു. ബഹുമാനപ്പെട്ട ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം നേരത്തെ അശാഇറത്തിനെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. ജുമാ കഴിഞ്ഞിട്ട് ഫ്രീ ആയിരുന്നു. നേരത്തെ ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി ഞാൻ വരുമായിരുന്നു. അത് സാധിച്ചില്ല, നഷ്ടപ്പെട്ടു പോയി. നമ്മൾ കേട്ട് പഠിക്കണം. പഠിച്ച് തീർന്നു എന്നില്ല, പഠിച്ചത് തീർന്നു എന്നില്ല. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചത് ശരി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. മറ്റൊരാൾ പറയുമ്പോഴേക്കാണ് മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ശരിയല്ല, അതിൽ തെറ്റുണ്ട്, ഞാൻ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട് എന്ന് മറ്റൊരാൾ പറയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമ്മളുടെ ചെറിയ വിഷയം നമ്മൾ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, മറ്റുള്ള സൂറത്തുകൾ ഓതുന്നു. അത് ഓതുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവില്ല നമ്മളുടെ തെറ്റ്. മറ്റൊരാൾ ഓതും, അവിടെ എനിക്കൊരു പിഴവുണ്ട്, എനിക്കൊരു തെറ്റവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞെന്താ, ബഹുമാനപ്പെട്ട AP മുഹമ്മദ് മുസ്ലിയാർ കാന്തപുരം ഉസ്താദ് അവരുടെ ആ ക്ലാസ് അത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നേരത്തെ ഞാൻ വരുമായിരുന്നു എന്ന് പറഞ്ഞ ഒരു പ്രേരണയ്ക്ക് വേണ്ടി കൂടിയും ആണ്. നമ്മുടെ ഈ ചുറ്റുഭാഗത്ത് നമ്മുടെ ഉലമാക്കൾ എല്ലാവരും ഒത്തുചേർന്നും കൊണ്ട് ഇതുപോലുള്ളതിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉലമാക്കൾക്ക് വിടുന്ന ക്ലാസ്സുകൾ അത് ഇടയ്ക്കിടെ നടന്നുകൊണ്ടിരിക്കണം. അത് 10 വർഷം കഴിയുമ്പോഴോ അല്ലെങ്കിൽ 7 വർഷം കഴിയുമ്പോഴൊക്കെ അങ്ങനെ ആകരുത്. സാധിക്കുമെങ്കിൽ മാസം അങ്ങനെയുള്ള ക്ലാസ് നടത്തൽ ആവശ്യമാണ്. ഇൽമ്
ഇതിനോടുള്ള താല്പര്യം ജനങ്ങൾക്ക് കുറഞ്ഞു വരുന്നിരിക്കുന്ന കാലമാണ്. താല്പര്യമുണ്ടാക്കണം. അതേപോലെ ഉലമാക്കൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടത്, ദർസിൻ്റെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കുറഞ്ഞു. 40ഉം 50ഉം മുത്തഅല്ലിമീങ്ങൾ താമസിച്ചിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 5ഉം 6ഉം മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ തീരെ ഇല്ല. അതുകൊണ്ട് ഉലമാക്കളുടെ ഉത്തരവാദിത്തമാണ്. ഈ ഇരിക്കുന്നതിൽ അധികം ആളുകളും ഉലമാക്കളാണ്. മദ്രസകളിലും പള്ളികളിലുമായി ദീനീ സേവനം ചെയ്യുന്ന ആളുകളാണ്. നമ്മളുടെ ഒരു ഉത്തരവാദിത്തമെന്ന് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. നമ്മൾ വളരെയധികം ശ്രമിച്ചുകൊണ്ട് ദർസിൽ പോയി ഇൽമു പഠിക്കുന്ന ഖാലിസായ മുത്തഅല്ലിമീങ്ങളായി പഠിക്കുന്ന കുറച്ച് കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കണം. ഒരു മുത്തഅല്ലിമിനെ ഒരാൾക്ക് കിട്ടിയാൽ ഏതെങ്കിലും ഒരു ദർസിൽ കൊണ്ടുപോയി ചേർക്കുക. ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ ഖൈറുൽ ലക മിൻ ഹുമുരിൻ നഅം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ ഹദീസ് നാം ഓർത്തും കൊണ്ട് ഇത് ചെയ്യണം. ദർസിനെ വളർത്തണം, അതിനെ വളർത്തണം. അതുകൊണ്ട് മാത്രമേ പള്ളി ദർസുകളെ കൊണ്ട്, ആ പള്ളി ദർസുകളിൽ നിന്ന് പോയി പഠിച്ച ശരീഅത്ത് കോളേജുകളിൽ പഠിച്ച അങ്ങനെയുള്ള ആ ഉലമാക്കളെ കൊണ്ട് മാത്രമേ ഇവിടെ ദീൻ നിലനിൽക്കുകയുള്ളൂ. ഉലമാക്കൾ ഇല്ലേ, ദർസില്ലേ, ശരീഅത്ത് കോളേജുകൾ ഇല്ലേ, ദീനില്ല എന്ന് വളരെ ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കിക്കൊണ്ട് അതിനുവേണ്ടി നാം പ്രവർത്തിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.